നമസ്കാരം. ഡിവൈൻ ഡിഫറൻസിലേക്ക് സ്വാഗതം. ഓം വരാഹി ദേവേ നമഃ. വരാഹി ദേവിയുടെ കൃപയാൽ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു. ഞാനും സുഖമായിരിക്കുന്നു. പഞ്ചമിതിഥി പൂജ വഴിപാട് കൂടാതെ ദിവസേനയുള്ള ശ്രീ വരാഹി ദേവി പ്രാർത്ഥനയിലോ ഉൾപ്പെടുത്തണമെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, നക്ഷത്രം എന്നിവ എഴുതി അയക്കാവുന്നതാണ്. ഇന്നത്തെ പതിവ് എന്താ വെച്ചാല് വരാഹിയമ്മനക്ക് മുന്നേ ചെയ്യേണ്ട ഒരു വഴിപാട്. ഇത് വന്നിട്ട് നിങ്ങൾ ഒരു തവണയെങ്കിലും ചെയ്തോളുക. അതിൽ നിന്നും നിങ്ങൾക്ക് 5 മണിക്കൂർ, അതായത് 5 അവേഴ്സിനുള്ളിൽ നിങ്ങൾക്ക് ഒരു റിസൾട്ട് കിട്ടും. ഇത് വന്നിട്ട് നിങ്ങൾക്ക് ഏത് ദിവസം വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. പഞ്ചമിയിലോ അഷ്ടമിയിലോ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും, പ്രത്യേകിച്ച് ദിവസം എന്നില്ല, ഏത് ദിവസം വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. സോ നിങ്ങൾ ഈ പതിവ് മിസ് ചെയ്യാതെ എല്ലാരും ചെയ്തോളുക. ഇനി നമുക്ക് വീഡിയോക്കുള്ളിലേക്ക് പോകാം. ഈ പതിവിലേക്കായിട്ട് നിങ്ങൾക്ക് ഒരു ചില പൊരുൾകൾ വേണം. അത് എന്താ വെച്ചാല്, ഫസ്റ്റില് നിങ്ങൾ വീട്ടിൽ മഞ്ഞ തുണി ഉണ്ടെങ്കിൽ മഞ്ഞ തുണി എടുത്തോളുക. അതില്ല വെച്ചാല് വെള്ള തുണിയിൽ മഞ്ഞൾ തടവി അത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അത് നല്ല ചതുരത്തിന് കട്ട് ചെയ്തെടുത്തോളുക. ശരിയാ. കൂടെ വേണ്ട പൊരുൾ എന്താ വെച്ചാല് ഒരു പച്ച കളർ പെന്ന്, അത് മാർക്കർ പെന്നോ സ്കെച്ച് പെന്നോ ഏതോ എടുത്തോളുക. കൂടെ വന്നിട്ട് ഒരു 3 പെപ്പർ, അതായത് കുരുമുളക് എടുത്തോളുക. ദെൻ നെക്സ്റ്റ് പൊരുൾ എന്താ വെച്ചാല് വെട്ടിവേരാണ്. പച്ചമരുന്ന് കടയിലും മങ്ങാടിക്കടയിലും ഒക്കെ വാങ്ങാൻ കിട്ടും. വിദേശത്തുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റുകളിൽ ഇത് സുലഭമായി കിട്ടുന്നതാണ്. ശരിയാ. ഇതെല്ലാം നിങ്ങൾ എടുത്തു വെച്ചോളുക. ഒരു ചെറിയ പീസ്, ചെറിയ വേര് മാത്രം മതി. ഓക്കെ. ഇപ്പൊ ഈ എല്ലാ പൊരുൾകളും വെച്ചിട്ട് നിങ്ങൾ എന്താ ചെയ്യണം എന്ന് വെച്ചാല്, ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട് മഞ്ഞ കളറിലുള്ള തുണി എടുക്കാനായിട്ട്, നല്ല ചതുരമായിട്ട് കട്ട് ചെയ്തെടുത്തോളുക. ഈ യെല്ലോ ക്ലോത്തിൽ വന്നിട്ട് ഗ്രീൻ കളർ പെന്ന് വെച്ച് നിങ്ങൾക്ക് വരാഹി അമ്മനോടെ ശക്തിയാർന്ന ഒരു കാര്യസിദ്ധി മന്ത്രം ഒന്നിരിക്കുന്നുണ്ട്. അത് നിങ്ങൾ എഴുതണം. ഈ മന്ത്രം വന്നിട്ട് നമ്മൾ മുഖ്യമായ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പോകുന്നു, നമുക്കത് സക്സസ് ആയി വരണം. ഇപ്പൊ നമുക്കൊരു ലാൻഡ് വിൽക്കണമെങ്കിലോ, നമുക്ക് കുറച്ച് പണം കയ്യിൽ വരണമെങ്കിലോ, അല്ല നമ്മൾ ഒരാളിനെ, ഒരു മുഖ്യമായിട്ടുള്ള ഒരാളിനെ നമ്മൾ മീറ്റ് ചെയ്യാൻ പോവുകയാണ്, അങ്ങനെ നിങ്ങൾ ഒരു തീരുമാനം എടുത്തിരിക്കുമ്പോൾ നിങ്ങൾക്ക് അനുകൂലമായിട്ട് അതിനൊരു റിസൾട്ട് വരണം. അതിനായിട്ട് ഈ മുറ വന്നിട്ട് നമ്മൾ ചെയ്തിട്ട് പോയാൽ തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായിട്ട് തന്നെ അത് വന്നടയും. അതിനു വേണ്ടിയിട്ടാണ് യെല്ലോ കളർ ക്ലോത്ത് തന്നെ എടുക്കണം എന്ന് പറയുന്നത്. ഈ ശക്തിയാർന്ന മന്ത്രത്തെ ഈ യെല്ലോ തുണിയിൽ ഗ്രീൻ കളർ പെന്നുകൊണ്ട് ഒരു 3 ടൈംസ് എഴുതണം. ഇപ്പൊ ഞാൻ മന്ത്രം ഏതാന്ന് പറയാം. ഒത്തിരി പവർഫുൾ ആയത് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളുക. നോക്കൂ, പിക്ചറിൽ നിങ്ങൾ കാണുന്നില്ലേ? ഇതാണ് മന്ത്രം. ഓം ക്ലീം ഉന്മത്ത ഭൈരവീം വാരാഹി സ്വപ്നം തട തട ഹുംഫട്ട് സ്വാഹ. ഓം ക്ലീം ഉന്മത്ത ഭൈരവീം വാരാഹി സ്വപ്നം തട തട ഹുംഫട്ട് സ്വാഹ. ഓം ക്ലീം ഉന്മത്ത ഭൈരവീം വാരാഹി സ്വപ്നം തട തട ഹുംഫട്ട് സ്വാഹ. ഈ മന്ത്രം വന്നിട്ട് ഭയങ്കര പവർഫുൾ ആയ വരാഹിയമ്മനോടെ മന്ത്രം. ഇതെന്താ വെച്ചാല് സ്വപ്നവാരാഹിക്കെന്നുള്ള കാര്യസിദ്ധി മന്ത്രമാണ്. ഈ മന്ത്രം നിങ്ങൾ എഴുതി വെക്കുമ്പോൾ നിങ്ങൾ എന്ത് വിഷയത്തിനാണോ നിങ്ങൾ പോകുന്നത് അത് 100% സക്സസ് ആക്കി തരും വരാഹിയമ്മൻ. ഇന്നൊന്ന് വേറെ എന്താ വെച്ചാൽ, സ്വപ്നത്തിൽ വന്നിട്ട് അമ്മ ഏതോ ഒരു രൂപത്തില് അതില് അമ്മ വന്നിട്ട് നിങ്ങൾക്ക് എങ്ങനെ ചെയ്യൂ, അങ്ങനെ അമ്മ അതിന് ബദൽ നിങ്ങൾക്ക് തരും. ദാറ്റ് മീൻസ് നിങ്ങൾ ആവശ്യപ്പെട്ട നിങ്ങളുടെ വിഷയം ശരിയായി വരുന്നതിന് ഒരു സൊല്യൂഷൻ അമ്മ പറഞ്ഞു തരും. ശരിയാ. ഒന്നുകിൽ ഒരു കുഞ്ഞായിട്ട് വന്ന് സംസാരിക്കും, അല്ലെങ്കിൽ വലിയ ഒരാളായിട്ട് വന്ന് സംസാരിക്കും. എങ്ങനെയോ നിങ്ങൾക്ക് അമ്മ സ്വപ്നത്തില് അത് അമ്മ കാണിച്ചു തരും. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഇരിക്കുന്നുണ്ടെങ്കിൽ ഒരു ഉഗ്ര രൂപത്തിനെ കാണിച്ച് നിങ്ങളെ അലേർട്ട് ആക്കും. അപ്പോഴൊന്നും നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾക്കിരിക്കുന്ന പ്രശ്നങ്ങള് നിങ്ങളെ മനസ്സിലാക്കി തരുന്നതാണ് അമ്മ. ആ പ്രശ്നം അമ്മയെ എടുത്തോളും. ശരിയാ. ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ നടക്കും. നിങ്ങൾ ഈ മന്ത്രത്തെ ആ മഞ്ഞ കളർ തുണിയിൽ പച്ച പെന്നുകൊണ്ട് എഴുതിക്കോളുക. മാത്രമല്ല ഇത് പറഞ്ഞോളുക.
കുറഞ്ഞത് ഒരു 21 തവണയെങ്കിലും നിങ്ങൾ ഇത് ചൊല്ലണം. ശരിയാ? കൂടിയത് വന്നിട്ട് നിങ്ങൾക്ക് എത്ര തവണ വേണേലും ചൊല്ലാവുന്നതാണ്. 108 1008 നിങ്ങളുടെ ടൈം അനുസരിച്ച്. സോ സ്വപ്നത്തിൽ വന്ന അമ്മ എന്ത് കാണിക്കുന്നുവോ അത് കണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. ശരിയാ? നിങ്ങളുടെ നല്ലതിന് വേണ്ടിയാണ് ഇതെല്ലാം നടക്കുന്നതെന്ന് ചിന്തിച്ചോളുക. ബിക്കോസ് ഒരു ചില കാര്യങ്ങൾ അമ്മൻ വന്നിട്ട് നമുക്ക് ഇൻഡയറക്റ്റ് ആയിട്ടേ ചെയ്യത്തുള്ളൂ. സോ ഭയപ്പെടേണ്ട ആവശ്യമേ ഇല്ല. ഇപ്പൊ നമ്മൾ 3 തവണ ഈ മന്ത്രത്തിനെ യെല്ലോ ക്ലോത്തിൽ എഴുതിയല്ലോ. എന്നതിന് ശേഷം അപ്പുറം ഞാൻ പറഞ്ഞില്ലേ 3 മുളക് കൂടെ എടുക്കാൻ. ഈ കുരുമുളക് 3 കുരുമുളക് എടുത്ത് അതിന്റെ മേലെ വെക്കുക. ദെൻ അതിന്റെ മേലെ വെട്രിവേല്, അതൊരു ചെറിയ വെട്രിവേര് അത് ഒരു ചെറിയ പീസ് വെട്രിവേര് വെച്ചോളുക. ഈ പറഞ്ഞ പൊരുളെല്ലാം നിങ്ങളുടെ വീട്ടിലെ തന്നെ ഉള്ളതാണ്. ഇതിൽ വെട്രിവേര് മാത്രം നിങ്ങൾ വാങ്ങിച്ചോളുക. അത് മിക്കവാറും വീടുകളിൽ ഉണ്ടായിരിക്കും. ഞാൻ ഒരുപാട് പതിവ് വെട്രിവേര് വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. ശരിയാ? ഇപ്പൊ മുളകെല്ലാം വെക്കുന്നത് എന്തിനാ വെച്ചാല് നമ്മളിപ്പോ ഒരു വിഷയം ചെയ്യുന്നുണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് അത് സക്സസ് ആവാൻ വേണ്ടിയിട്ടല്ലേ. അപ്പൊ അതിന്റെ തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടാനാണ് നമ്മൾ മുളക് വെക്കുന്നത്. വെട്രിവേര് എന്ന് വെച്ചാല് നിറയെ വിഷയങ്ങളെ അട്രാക്ട് ചെയ്ത് നമുക്ക് കൊണ്ടുതരും. അതായത് നമുക്ക് നല്ല കാര്യങ്ങൾ നടത്തി തരുമെന്ന്. നമുക്ക് വെട്രികൾ കൊണ്ടുവന്ന് വേണ്ട ശക്തി, അതായത് വിജയം കൊണ്ടുവന്ന് തരുന്ന ശക്തി വന്നിട്ട് വെട്രിവേർക്ക് ഇരിക്കുന്നുണ്ട്. സോ ഒരു വിരലിന്റെ നീളത്തിന് ഒരു ചെറിയ ഒരെണ്ണം ആയാലും മതി, എടുത്തോളുക. വേണമെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ഉള്ളിൽ കാശും വെക്കാവുന്നതാണ്. ഇപ്പൊ ഒരു കോയിനോ അതല്ല വെച്ചാൽ ഒരു നോട്ടോ, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ശരിയാ? എന്നിട്ട് ഇത് നന്നായിട്ട് ചുറ്റിയെടുക്കുക. ഇപ്പൊ ക്യാഷ് വെക്കാൻ പറയുന്നത് എന്താ വെച്ചാൽ ഇതൊരു കാണിക്കയായിട്ട് വെച്ചിട്ട് നിങ്ങളുടെ കാര്യം സക്സസ് ആയി കഴിയുമ്പോൾ വരാഹിയമ്മനോടെ കോവിലിലോ ഇതെല്ലാം നിങ്ങളുടെ വീട്ടിൽ ഫേസ്റ്റിൽ കാണുന്ന അമ്മൻ കോവിലിലോ കൊണ്ടുപോയി ഗുണ്ടയിൽ ഇടാവുന്നതാണ്. ശരിയാ? ഒരു ചില പേര് വന്നിട്ട് രാജക്കന്നി വെക്കും. രാജക്കന്നി മീൻസ് നമ്മുടെ ചെറുനാരങ്ങ, അത് ചെറുനാരങ്ങയും കൂടെ ഇതിൽ വെച്ച് ചുറ്റി വെക്കാറുണ്ട്. അത് നിങ്ങളുടെ വിരുപ്പം, നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ചെയ്തോളുക. അതെന്ന് വെച്ചാൽ ഒത്തിരി കുറച്ചുകൂടെ പവർഫുൾ ആയിരിക്കും, കാര്യം പെട്ടെന്ന് നടന്നു കിട്ടും. ശരിയാ? ഇത് വന്നിട്ട് നിങ്ങൾ ചെയ്ത് ഇങ്ങനെ തുണി മടക്കി പൂജയറയിൽ വെച്ചോളുക. എന്നിട്ട് ഡെയിലിയും വന്നിട്ട് നിങ്ങൾ ഇതിൽ സാമ്പ്രാണി പുക കാണിച്ചോളുക. വിളക്ക് കത്തിക്കുന്ന സമയത്തുണ്ടല്ലോ, കാണിച്ചോളുക. ഒരേ ഒരു തവണ നിങ്ങൾ ഇത് ചെയ്തു വെച്ചാൽ മാത്രം മതി. ഇത് വന്നിട്ട് ചെയ്തു വെച്ച 5 മണിക്കൂർ നേരത്തിൽ ഇതിന്റെ റിസൾട്ട് കിട്ടും എന്നതാണ്. പിന്നെ ഒരു ചില പേർക്ക് പല പല തടസ്സങ്ങൾ കൊണ്ട് അത് നീണ്ടുപോകാം. പക്ഷെ നിങ്ങൾ നന്നായിട്ട് കെയർഫുൾ ആയിട്ട് വിശ്വാസത്തോടു കൂടി ഇരുന്നോളുക. തീർച്ചയായും അതിനൊരു ഫലം നിങ്ങൾക്ക് കിട്ടിയിരിക്കും. സോ 5 hours നിങ്ങൾക്ക് ആൻസർ കിട്ടണമെങ്കിൽ നിങ്ങൾ ഈ മന്ത്രത്തിനെ ചൊല്ലിക്കൊണ്ടേയിരിക്കുക. കാരണം എഴുതി വെക്കുന്നത് മാത്രമല്ല പവർഫുള്ള്, ചൊല്ലിക്കൊണ്ടേയിരിക്കുമ്പോൾ അത് ചെന്ന് അമ്മനോടെ ഉള്ളിൽ കയറും. അമ്മ അതിന് വേണ്ടിയ രീതിക്ക് പ്രവർത്തിക്കുകയും ചെയ്യും. ശരിയാ? നിങ്ങളെ കൊണ്ട് പറ്റുന്നത് പോലെ നിങ്ങൾ എത്ര തവണ വേണമെങ്കിലും ഈ മന്ത്രം ചൊല്ലാവുന്നതാണ്. പ്രത്യേകിച്ച് ലിമിറ്റ് ഒന്നുമില്ല, അൺലിമിറ്റഡ്. ഇത് വന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട സമയം എന്നത് നിങ്ങൾക്ക് ബ്രഹ്മമുഹൂർത്തത്തിൽ ചെയ്യാം. അതല്ല വെച്ചാൽ രാവിലെ 7 മണി വരെ ചെയ്യാം. അതും വിടുന്നവരാണ് എങ്കിൽ നിങ്ങൾ രാത്രി 7:30 മണിക്ക് മേലെ 11:30-ക്കുള്ളിൽ ചെയ്തോളുക. വേറൊന്ന്, നോൺ വെജ് ഭക്ഷണങ്ങൾ കഴിക്കാൻ പാടില്ല. സോ നിങ്ങൾ രാവിലെ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. പകല് ചെയ്താൽ മേ ബി നിങ്ങൾ നോൺ വെജ് കഴിച്ചിട്ട് കുളിച്ചിട്ട് ചെയ്യുമ്പോൾ അതിന് വേണ്ട പ്രയോജനം കിട്ടണമെന്നില്ല. സോ നിങ്ങൾ രാവിലെ മോർണിംഗ് ടൈമിൽ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നോൺ വെജ് ഭക്ഷണം കഴിക്കാൻ പാടില്ല, പീരീഡ്സ് ടൈമിൽ ചെയ്യാൻ പാടില്ല, പിറപ്പിറപ്പ് തീട്ട് സമയത്ത് ചെയ്യാൻ പാടില്ല. ഓർമ്മയുണ്ടല്ലോ പറയുന്നതെല്ലാം. നിങ്ങൾ ചെയ്തു വെച്ച് 5 hours-നുള്ളിൽ നിങ്ങൾക്കൊരു വിജയം വന്ന് കിട്ടും എന്നാണ് ഐതിഹ്യമായിട്ട് കണക്കാക്കുന്നത്. അതല്ല, നിങ്ങൾക്ക് കുറച്ച് ലേറ്റ് ആയാലും നിങ്ങൾ സമചിത്തതയോടെ കാത്തിരിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ ആവശ്യപ്പെടുന്നത് എന്തോ അത് നടന്നിരിക്കും. ഡെയിലി നിങ്ങൾ അമ്മനെ പൂജിക്കുമല്ലേ, പൂജാരയിൽ നിങ്ങൾ ദീപം വയ്ക്കുമ്പോൾ ഇതിന് ഒരു സാമ്പ്രാണിപ്പുക കാണിച്ചോളുക. 5 hours ആരംഭിച്ച് ഒരു 5 days-നുള്ളിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിന്റെ റിസൾട്ട് കിട്ടിയിരിക്കും. നിങ്ങളൊരു കിഴി പോലെ കെട്ടിവെച്ചോളുക. ശരിയാ? ഇതെല്ലാം വള്ളി 1 time ഒരേ സമയത്തിന് മാത്രം ചെയ്താൽ മതി. നിങ്ങൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചെയ്യണമെന്നില്ല. അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് കൊണ്ടുതരും. സോ നിങ്ങൾക്ക് എന്ത് കഷ്ടം ഉണ്ടായാലും അതൊരു സൈഡിലെ വെച്ചിട്ട് നിങ്ങൾ ഇത് വിശ്വാസത്തോടെ അമ്മനെ വിശ്വസിച്ച്, വരാഹി അമ്മനെ വിശ്വസിച്ച് അമ്മയിൽ അർപ്പിച്ച് ചെയ്തോളുക. ഈ വിഷയമെല്ലാം നടന്നു കഴിഞ്ഞിട്ട്, നിങ്ങളുടെ ആവശ്യം നടന്നു കഴിഞ്ഞിട്ട് കാശ് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കോവിലിൽ കൊണ്ടുപോയി ഗുണ്ടയിൽ ഇട്ടോളുക. അതല്ല കനി വെച്ചിട്ടുണ്ടെങ്കിൽ
അത് വന്നിട്ട് ഒരു 30 നാളിലേക്ക് നിങ്ങളുടെ വീട്ടിൽ തന്നെ വെച്ചോളുക. 30 നാളുകൾക്ക് ശേഷം നിങ്ങൾ അത് എടുത്തുകൊണ്ട് പോയി ഓടുന്ന ജലത്തിൽ, ഒഴുകുന്ന വെള്ളം ഉണ്ടല്ലോ, ഇപ്പോൾ കായലോ കുളവോ തോടോ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അതിൽ എറിഞ്ഞു കളയുക. ഇനി വെള്ളം ഒഴുകുന്നതൊന്നും നിങ്ങളുടെ ഏരിയയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ കാൽപ്പെടാത്ത ഇടത്തിൽ എറിഞ്ഞോളുക. ശരിയാ? എഗെയിൻ നിങ്ങൾ ഒരു കാര്യം നടന്നിട്ട് അടുത്ത കാര്യത്തിന് ട്രൈ ചെയ്യുമ്പോൾ കണ്ടിപ്പാ നിങ്ങൾ അത് പഞ്ചമിയിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പറഞ്ഞതിൽ ഡൗട്ടൊന്നും ഇല്ല എന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്ത് ചോദിച്ചോളുക. ഇന്നത്തെ പതിവ് നിങ്ങൾക്ക് പിടിച്ചിരുന്നാൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരണേ. മാത്രമല്ല, നിങ്ങൾ അറിയുന്ന ഗ്രൂപ്പ്സുകളിലേക്കും നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളുടെ റിലേറ്റീവ്സിനും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. കൂടാതെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എങ്കിൽ മാത്രമേ ഞാനെടുത്ത വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വന്നു ചേരുകയുള്ളൂ. ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം.